സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കോതമംഗലത്ത് വ്യാപാരികൾ കടകളടച്ച് പ്രകടനവും ധർണയും നടത്തി. സംയുക്ത റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുക. റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് തീർക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക. കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക. കേരള സർക്കാർ നീതി പാലിക്കുക. സമരത്തിന്റെ ഭാഗമായി കോതമംഗലം താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തി. തിങ്കളാഴ്ച രാവിലെ മുനിസിപ്പൽ ഓഫീസിന് സമീപത്തു നിന്നും പ്രകടനം ആരംഭിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. സംയുക്ത സമരസമിതി ജില്ലാ ചെയർമാൻ വി ബേബി ധർണ ഉദ്ഘാടനം ചെയ്തു. റേഷൻ കൊടുക്കുന്നതാണ് റേഷൻ വ്യാപാരികൾ, ചില്ലറക്കാരല്ല. അതാദ്യം മനസ്സിലാക്കുക. പഴയ കാലത്ത് റേഷൻ കട എന്ന് പറഞ്ഞ റേഷൻ കട മുതലാളിമാരായിരുന്നു. ഇപ്പൊ അത് സൂക്ഷിച്ച് റേഷൻ കടക്കാരൻ ആത്മഹത്യയുടെ വക്കിലാണ്. ഈ സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികളെയും ഇവിടുത്തെ കാർഡുടമകളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്. അത് മറന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യം തരികയില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുമ്പോൾ കേരളത്തിലെ റേഷൻ വ്യാപാരികളും മൂന്നാം കിട മക്കളാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന വേറെ. ഏപ്രിൽ മാസത്തോടുകൂടി PHH, AY, അതായത് റോസ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ചെല്ലുന്ന ഡയറക്റ്റ് സിസ്റ്റം അക്കൗണ്ടിലേക്ക് പൈസ ഇല്ലുക അരിക്ക് പകരം. അപ്പൊ റേഷൻ കടകളെല്ലാം പൂട്ട് വീഴും. അത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റണം എന്നാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് പാവങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വോട്ട് ചെയ്ത ഞങ്ങളൊക്കെ ഇപ്പൊ മണ്ടനായി, വിഡ്ഢിയായി എന്നുള്ളത് പറയാൻ കാരണം കേരളത്തിലെ ജനതയെ സംരക്ഷിക്കുന്നുള്ള ഒറ്റ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് കേരളത്തിലെ ജനത വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത് ഇപ്പോ മണ്ടത്തരമായിട്ട് കേരളത്തിലെ ജനത പറയുന്നു, അതോടൊപ്പം റേഷൻ വ്യാപാരികളും പറയുന്നു. സർക്കാർ സാമ്പത്തികമായിട്ട് കീഴ്പോട്ട് പോയപ്പോൾ ഇതിന് ഉത്തരവാദി കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ്. അവർക്കിടെ ഈ പറഞ്ഞതുപോലെ ഈ 9 കൊല്ലക്കാലമായിട്ട് അവർ ഭരിച്ച് മുടിച്ച് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ കടത്തിലേക്ക് തള്ളിവിട്ടപ്പോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഗവൺമെന്റ് റേഷൻ വ്യാപാരിയുടെ പുറത്തേക്ക് കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമല്ല. ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഇങ്ങോട്ട് കുതിരയേറാൻ വരണ്ട. ഞങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരായി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരൊക്കെ, അതായത് നികുതി പണം കണ്ട് ജീവിക്കുന്നവരാണ് അവര്. അല്ലാണ്ട് ഇവരുടെ വീട്ടിൽ നിന്നുള്ള കുടുംബസ്വത്വം കൊണ്ട് ജീവിക്കുന്നവരല്ല അവര്. ഞങ്ങൾക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഒരു കടയിൽ സെയിൽസ്മാൻ ഉണ്ട്, ജീവിക്കണ്ടേ. അത് രക്ഷയില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ അനിശ്ചിതകാല കടയപ്പ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അന്നേരം സർക്കാർ മർക്കടമുട്ടിയായിട്ട് ഞങ്ങളെ തോൽപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ അത് അനുഭവിക്കാതെ ഇവിടുന്ന് പോകില്ല. ഒരു കടയിൽ 122 കട സ്പെൻഡ് ചെയ്താലും ഇവിടെ റേഷൻ കടക്കാരൊന്നും പേടിയില്ല. ഇവിടെ എല്ലാവരും ജയിലിൽ പോകാൻ തയ്യാറാണ്. പിന്നെ ആവശ്യമില്ലാതെ ഉദ്യോഗസ്ഥന്മാർ കുതിരകയറാൻ വന്നാൽ അതും അവനും അനുഭവിക്കും തിരിച്ച്. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ കോടതിയിലെ. ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടില്ല. സർക്കാർ 3 അംഗ കമ്മീഷനെ വെച്ചിട്ട് അവരെടുത്ത തീരുമാനം അത് സംഘടനാ നേതാക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ച് അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സർക്കാർ ഞങ്ങൾ തോൽപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ആരാ തോക്കണെന്ന് കാണാം. സർക്കാരിന്റെ കംപ്ലീറ്റ് മിഷനറിയൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ ജയിലിൽ കിടന്നിട്ട് മുഖ്യമന്ത്രിയായ ആൾക്കാരാ, അല്ലാണ്ട് മിനിഞ്ഞാന്നൊന്നും മുഖ്യമന്ത്രി ആയതാണോ? അപ്പൊ ഇവർക്ക് ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മേലാളന്മാരായിട്ട് ഭരിക്കുന്ന വർഗം ഇപ്പൊ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ കാണുമ്പോൾ പുച്ഛത്തോടുകൂടി കാണുമ്പോൾ ലജ്ജ തോന്നുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.